ഇന്റർനാഷണൽ പ്രെയർ ഫെലോഷിപ്പ് പ്രാർത്ഥനാ സംഗമം ചർച്ച് ആനിവേഴ്സറിയോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ കിഡ്സ് അവതരിപ്പിക്കുന്ന അനുഗ്രഹീതമായ സ്കിറ്റ് പ്രാർത്ഥനാപൂർവം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. സ്വപ്നവും പശ്ചാത്താപവും. ഞങ്ങൾ പൂച്ചാണ്ടികൾ നിങ്ങളോടൊപ്പം ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കുമെങ്കിലും ശരിക്കും ഞങ്ങൾ ശരികളാണ്. ഞങ്ങളിങ്ങനെ ഭാഷയിൽ സംസാരിക്കുന്നത് മാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തോ മനുഷ്യ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നേ? നിങ്ങളുടെ ചിരി അങ്ങ് റോളെ കേക്കാലോ. അത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഉണ്ടെങ്കിൽ ചിരിക്കുവാടി. എന്തോ ചെയ്യാൻ ഇവന്മാരുടെയൊക്കെ ഒരു കാര്യം. 9:30 ഇനി രാവിലെ മുതൽ കിച്ചണിൽ കിടന്നങ്ങ് മിടക്കി വന്നല്ലോ. ഒരു ചായ ചോദിച്ചിട്ട് ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. ജോണിച്ചാ, നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ചായ ഞാൻ കൊണ്ടുവച്ചിട്ട് എത്ര നേരമായെന്നറിയോ? അയ്യോ എന്നെ സിസിലി മോളെ, ഇതൊന്നും കൊണ്ട് ചൂടാക്കിയ താടി. എനിക്കൊന്നും വയ്യ ഇനി ചൂടാക്കാൻ. എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ സമയം. നിങ്ങൾ വരുന്നുണ്ടോ എൻ്റെ കൂടെ? പിന്നെ എന്നും കുന്നുങ്ങ് പാട്ടും പ്രാർത്ഥനയും കൊണ്ട് നടക്കുക. അവളും ഉണ്ട്, അവളുടെ പാസ്റ്റും ഉണ്ട്. എപ്പോഴും പ്രാർത്ഥന എന്ന് മാത്രം. മനുഷ്യ, നിങ്ങളൊരു കാര്യം ഓർക്കണം. എൻ്റെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നേ. പിന്നെ നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ ഇങ്ങനെ പട്ടിണി കിടന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തോന്നുന്നത്. ഇപ്പം പോടി എൻ്റെ പാട്ടിന്. നീ നിന്റെ പാസ്റ്റൊക്കെ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ചില്ലായിട്ട് തന്നെ മുമ്പോട്ട് പോകും. എനിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? അതുപോലെ തന്നെ അവിടെ ചെന്ന് നിന്ന് എന്നും കൊന്നും ഒരേ പ്രസംഗം. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്നു, പൗലോസും ശീലാസും പൗലോസിനെ അണലി അടിക്കുന്നു. അതുപോലെ തന്നെ പാട്ടോ, അമ്മാർ പാടാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗവും സിംഹാസനവും ഒക്കെ താഴോട്ട് കൊണ്ടുവരും. അമ്മാരുടെ പാട്ടും ബഹളവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം പരിപാടി മൊബൈലിൽ കളിയാണ്. അതും എന്നും കൊന്നും ഒരേ പാട്ടാണ് പാടുന്നത്. അതും എന്തൊരു സൗണ്ടിൽ അവിടെ ഇരുന്ന് പാടുന്നത്. മനുഷ്യന് ചെവിയും തലയും കേൾക്കണ്ട. ഓഹ്, എന്തോ ഒരു സൗണ്ട്. അത്ര സൗണ്ടൊക്കെ പാടിയാലേ ദൈവം കേൾക്കത്തുള്ളൂ. നീ പോയി പാടിയോ ആടിയോ പ്രാർത്ഥിച്ചിട്ടൊക്കെ വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഓ പിന്നെ ഈ പറയുന്ന നിങ്ങളോ പുറകെ ചെന്നിരുന്ന് ഉറക്കം തൂങ്ങി പാസ്റ്ററെ അങ്ങോട്ട് വിളിക്കും. ഓ, എനിക്ക് അങ്ങോട്ട് കയറുമ്പോഴേ ഉറക്കം വരും. പിന്നെ എങ്ങനെ ഞാൻ ഉറങ്ങാതിരിക്കുന്നത്? പാസ്റ്ററിന്റെ കോള് വരുന്നു. എന്തോത്തിനാണോ എന്നെ എന്ത് രാവിലെ വിളിക്കുന്നത്? ഹലോ, പ്രൈസ് ദി ലോർഡ് ജോണി ബ്രദറെ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞങ്ങളിപ്പോൾ പാസ്റ്ററിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത് നന്നായി. അപ്പൊ ഞാൻ കറക്റ്റ് സമയത്താ വിളിച്ചിരിക്കുന്നത്. അത് ശരി. എന്നാലും എന്ത് കാര്യമാണ് എന്റെ പറഞ്ഞോണ്ടിരുന്നേ? ഓ, അതൊന്നുമില്ല പാസ്റ്ററെ. കഴിഞ്ഞ ആഴ്ചത്തെ പാസ്റ്ററിന്റെ ആ ശക്തമായ ആ ഒരു വചനത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ഓ, എന്തൊരു കാതലായ മർമ്മമാണ് പാസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചത്. ഓ, ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ ഇത് വളരെ സ്പർശനമായി. സിസിലിക്കാണെങ്കിൽ അന്ന് മുതലേ ഒരു പ്രത്യേക തേജസ്സിലാണ് നടക്കുന്നത്. അത് ജോണി ബ്രദറെ ഏത് കുറിവാക്യമായിരുന്നത്? അത് പാസ്റ്ററെ, അത് പിന്നെ മത്തായി എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലാണെന്നാ തോന്നുന്നത്. എടി അതാണോടി? അത് പിന്നെ പാസ്റ്റർ പലപ്പോഴും വെളിപ്പാടിൻ്റെ ആധിക്യത്തിലോട്ട് പോകുമ്പോൾ ഞാൻ ആത്മവിവശതയിലോട്ട് അങ്ങ് പോകുന്നതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. വളരെ അനുഗ്രഹമായിരിക്കുന്നു പാസ്റ്ററെ. ആ ബ്രദറെ വിവശതയിലാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടായിരുന്നോ? ഇന്ന് നമ്മുടെ മീറ്റിംഗ് ഉള്ള ദിവസമാണ്. നിങ്ങൾ കുടുംബമായിട്ട് എത്തത്തില്ലേ ഇങ്ങ്? ആ പാസ്റ്ററെ, അവൾ രാവിലെ വരാനായിട്ട് ഒരുങ്ങിയിരിക്കുക. പക്ഷെ എനിക്ക് എന്തോന്നും അറിയത്തില്ല, രാവിലെ എണ്ണിച്ചപ്പോൾ മുതലേ കണ്ണിനകത്ത് ഒരു ചൊറിച്ചിലും ഒരു നീറ്റലും ഒക്കെ. അതുകൊണ്ട് അവൾ വരും പാസ്റ്ററെ. ജോണി ബ്രദറെ, അതൊക്കെ ഇങ്ങ് വന്നാൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാം. അതൊക്കെ അങ്ങ് മാറും. അപ്പൊ ശരി, കുടുംബമായിട്ട് ഇങ്ങ് എത്ത്. ആ ഓക്കെ പാസ്റ്ററെ, ഓക്കെ. ഓ, പിന്നെ ഇനി രാവിലെ അങ്ങോട്ട് തെള്ളിക്കൊണ്ട് ചെല്ലാത്തതിൻ്റെ പ്രശ്നം കൂടെ ഉള്ളൂ. നീ പോയിട്ട് വാടി. നിങ്ങൾ വരുവോ വരാതിരിക്കോ എന്തോന്ന് വെച്ചാൽ ആയിക്കോ. എന്തായാലും എൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയമാണ് നിങ്ങളുടെ മാനസാന്തരം. ഞാൻ എന്തായാലും പ്രാർത്ഥനയ്ക്ക് പോവാ. ആ, നീ പോയിട്ട് വാ. അയ്യോ, ബിഗ് ബോസിന്റെ ഇന്നലത്തെ എപ്പിസോഡ് ഇപ്പോൾ റിലീസായി കാണുമല്ലോ. ഓ, വല്ലാത്ത നടുവേദന. കുറച്ചു നേരം ഇനി കിടന്നുകൊണ്ട് കാണാം. ഓ, ഇന്നത്തെ എപ്പിസോഡ് വളരെ മോശമാണല്ലോ. വെറും ബോറ്. കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തമാരെ കൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ട് വെറുതെ മനുഷ്യനെ ബോറടിപ്പിക്കാൻ. ഓ, ഉറക്കവും വരുന്നല്ലോ. A few moments later. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ.
നിനക്കിഷ്ടമുള്ള വഴിയിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവ ഒക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. അയ്യോ, എനിക്കിത് എന്താ പറ്റിയേ? ഞാൻ ഇത് എവിടാ വന്നേക്കുന്നേ? എൻ്റെ മൊബൈൽ എന്തിയേ? എൻ്റെ സിസിലി എന്തിയേ? ഞാൻ ഉറങ്ങാൻ കിടന്നതാണല്ലോ. എന്നെ ആരാ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരാ ഇവരൊക്കെ? ഇതിനെ ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ. ഇത് എവിടെ എന്നെ കൊണ്ടുവന്നത്? ആരാ ഇതൊക്കെ? പോളല്ലേ? ഇവ മരിച്ചു പോയതല്ലേ? ഇവ എന്താ ഇവിടെ നിൽക്കുന്നേ? എടാ പോളേ, എടാ എന്തുവാടാ? എന്തോലൊന്ന് മിണ്ടടാ. എന്തുവാടാ ഇതൊക്കെ? ഞാൻ ഇതെങ്ങനെ ഇവിടെ വന്നടാ? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ജോണിക്കുട്ടി, നീ എന്നാടാ മരിച്ചേ? നീ എങ്ങനെ ഇവിടെ എത്തിയേ? എന്നായിരുന്നു അടക്കൊക്കെ? ആരാ അടക്ക ശുശ്രൂഷയൊക്കെ ചെയ്തേ? ഇവിടെ എനിക്കൊന്നും അറിയത്തില്ല. അവള് പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഞാൻ കുറച്ചു നേരം ബിഗ് ബോസ് കണ്ടോണ്ടിരുന്നതാ. പിന്നെ എന്തോ സംഭവിച്ചതൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പൊ കണ്ണു തുറന്നപ്പോൾ ഞാൻ നിന്റെ അടുത്ത് നിൽക്കുന്നത്. എന്തുവാടേ അത്? എടാ ജോണിക്കുട്ടി, നിനക്ക് മനസ്സിലായില്ലേ? എടാ നീ ചത്തടാ. എടാ എന്നാലും നീ സ്വർഗത്തിന്റെ കോറിഡോർ വരെയൊക്കെ നീ എങ്ങനെ എത്തി? എടാ ഇവിടുന്ന് ഇനി എങ്ങോട്ടാടാ ഞാൻ പോകേണ്ടത്? അവള് പ്രെയർ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് എനിക്കങ്ങ് തിരിച്ചു ചെല്ലണമല്ലോ. ആരോടാ ചോദിക്കുന്നത് എങ്ങോട്ടാ പോകേണ്ടത്? നിനക്ക് വല്ല അറിയാവോ? എടാ എനിക്കും അറിയത്തില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ബാ. അണ്ണ ഇവിടുത്തെ ആളാണോ അണ്ണ? ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? എന്തോലും ഐഡിയ ഉണ്ടോ? ഞങ്ങളെക്കുറിച്ച് എന്തോലും വിവരം അണ്ണനുണ്ടോ? ഞാൻ സ്വർഗീയ ദൂതനാണ് സഹോദരങ്ങളെ. നിങ്ങൾ പറയുന്നത് പോലെ അണ്ണനല്ല. പോൾസൺ, താങ്കൾക്ക് സ്വർഗത്തിലേക്കുള്ള പാസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഹലോ ജോണി, നിങ്ങളുടെ അവസ്ഥ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. നിങ്ങളുടെ തീരുമാനം പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കും. കാത്തിരിക്കുക. അല്ലണ്ണ, ആക്ച്വലി ഇതിനകത്ത് എന്തോ പരിപാടി? എല്ലാവരും അതിനകത്ത് എന്തോ ചെയ്യുക? സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൂതന്മാരും വിശുദ്ധന്മാരും നടത്തുന്ന ആരാധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നാട്ടിൽ ചെന്നാലും അവിടെ ആരാധന, ഇവിടെ വന്നപ്പോഴും ഇവിടെ ആരാധന. എവിടെ പോയാലും ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ ഇല്ലേ? എടാ പോളെ, നീ അകത്തോട്ട് കയറിപ്പാൻ വരട്ടെ. ഇതുകൊണ്ട് അത് നോക്കിക്കേ, അവിടെ വേറെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അവിടുന്ന് കണ്ട പുകയും ചുമന്ന ലൈറ്റും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ടല്ലോ. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ അവിടെ എന്താണെന്ന്. എടാ അങ്ങോട്ട് പോകണ്ടാ. അത് നമുക്ക് പറ്റിയ സ്ഥലമല്ല. അത് നരകമാണ്, നരകം. ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. നീ എന്തായാലും ഇവിടെ നിൽക്കി. സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാതകളെ വിട്ടുകളയും. ദുഷ്പ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞ വഴിയിലേക്ക് പോകുന്നവരും ചൊവ്വില്ലാത്ത പാതകളിൽ നടക്കുന്നവരും ആകുന്നു. എന്തുവാടാ, നമുക്ക് ഇരകളെ ഒന്നും കിട്ടുന്നില്ലല്ലോ. ആൾക്കാരെല്ലാം നന്നായി പോയോ? കൊറോണയ്ക്ക് ശേഷം ആൾക്കാരുടെ വരവൊക്കെ കുറവാണെന്നാ തോന്നുന്നേ. Don't worry bro, chill, they will come right now. വരണം മിസ്റ്റർ ജോണി. ലൂസിയുടെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. എന്റെ പേരൊക്കെ അറിയാമോ? അത് കൊള്ളാലോ. നിന്റെ പേര് മാത്രമല്ല, നിന്റെ ചരിത്രം മൊത്തം എനിക്കറിയാം. പക്ഷെ വെളിയിൽ നരകമെന്ന് എഴുതി വെച്ചിട്ട് അകത്ത് സെറ്റപ്പൊക്കെ വേറെ വൈബാണല്ലോ. ഇത് നരകം തന്നെ ആണോ? ഞാൻ നരകത്തിലേക്ക് തന്നെയാണോ വന്നേക്കുന്നത്? നീ വാ, വന്നൊന്നിരിക്ക്, ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അതല്ല, ഞങ്ങളുടെ നാട്ടിലെ പാസ്റ്റർമാരൊക്കെ ഈ നരകം എന്ന് പറഞ്ഞ് എന്നെ എൻ്റെ സിസിലിയെയും വിശ്വാസികളെയും എല്ലാം പേടിപ്പിച്ച് വെച്ചേക്കുക. പക്ഷെ ഇവിടെ സെറ്റപ്പൊക്കെ വേറെ എന്നല്ല, മൊത്തത്തിൽ കളർഫുള്ള്, വളരെ വൈബാണല്ലോ ഇവിടെ. അതൊക്കെ ചുമ്മാ പറയുന്നതാ. നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? റെഡ് വൈൻ വേണോ? ഫുള്ള് വേണോ? ഹാഫ് വേണോ? എന്താ വേണ്ടത് പറഞ്ഞാൽ മതി, എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഇപ്പം തൽക്കാലം ഒരു ചെറുത് തന്നാൽ മതി, പിന്നെ ഞാൻ പറയാം.
അല്ല എങ്കിലും എൻ്റെ ഡൗട്ട് എന്ന് പറയുന്നതേ, നാട്ടിലെ പാസ്റ്റർമാരെല്ലാം വിശ്വാസികൾ ഈ നരകത്തിലോട്ട് പോവല്ലേ, അവിടെ തീയുണ്ട്, പുകയുണ്ട്, പുഴുവുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് കൊണ്ട് പേടിപ്പിക്കുന്നത്. ആ സ്വർഗത്തിലോട്ട് കയറാനുള്ള വാതിൽ വളരെ ചെറിയൊരു വാതിലും ഇങ്ങോട്ട് കയറാനുള്ള വാതിലോ എന്ത് സെറ്റപ്പ്. അതുപോലെ നിങ്ങളുടെയൊക്കെ ആ ഒരു സ്വീകാര്യതയെ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങോട്ടല്ലേ വരണ്ടുന്നത്, എന്തിനാണ് ഇവരെ അങ്ങോട്ട് തള്ളിവിടുന്നത്? നീ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ബ്രോ ഒന്ന് അടിച്ചു കയറി വാ. അങ്ങനെ ആണെങ്കിലേ എൻ്റെ ഒരു സുഹൃത്ത് പോളെന്ന് പറയുന്ന ഒരുത്തൻ നേരത്തെ വന്നിട്ട് വെളിയിൽ നിൽപ്പുണ്ട്. അവൻ അങ്ങോട്ട് കയറാനായിട്ട് നിൽക്കുക. ഞാൻ അവനെയും കൂടെ പോയി ഇന്ന് വിളിച്ചോണ്ട് വന്നാലോ? ഞാൻ അവനെ ഒന്ന് നോട്ടം ഇട്ടതാ, പക്ഷെ അവൻ ഇച്ചിരി പാടാണൊന്ന് കയറി വരാൻ. ഏതായാലും നീ പോകുന്നതല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്ക്. എങ്കിലും ആ പുറേന്ന് ആ പുകയൊക്കെ പൊങ്ങി വരുന്നതും ഒരു മാംസം കരിഞ്ഞ മണമൊക്കെ വരുന്നത് എന്തുവാ? നിങ്ങൾ അൽഫാമും കുഴിമന്തിന്നൊന്നും കേട്ടിട്ടില്ലയോ? ഇവിടെ ഞങ്ങൾ ഗസ്റ്റിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരുക്കുന്നതാ. അത് കൊള്ളാലോ. എങ്കിലും നിങ്ങൾ 2 അൽഫാമും 2 കുഴിമന്തിയൊക്കെ റെഡിയാക്കി വെക്ക്. ഒത്തിരി അങ്ങ് കരിയണ്ട കേട്ടോ. ഞാൻ അവനെ പോയി വിളിച്ചോണ്ട് വരാം. അവന് ഹാഫ് കുക്കാ ഇഷ്ടം. നീ പെട്ടെന്ന് പോയിട്ട് വാ. സഭാപ്രസംഗി 10-ാം അധ്യായം 14-ാം വാക്യം. ഭോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു. സംഭവിപ്പാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല. അവൻ്റെ ശേഷം ഉണ്ടാകാനുള്ളത് ആർ അവനെ അറിയിക്കും? എടാ പോളെ, എടാ നീ അങ്ങോട്ട് കയറാൻ വരട്ടെ. അതിനെക്കാട്ടി സൂപ്പറാടാ ഇവിടെ. നീ ഇങ്ങോട്ട് വാടാ, ഞാൻ പറയാം, അവിടെ നിൽക്ക്. എടാ എന്തുവാ കാര്യം? എടാ നമ്മുടെ ചർച്ചിലെ പാസ്റ്ററൊക്കെ നമ്മളെ പറഞ്ഞു പറ്റിച്ചതാടാ. ഈ സ്വർഗം നല്ലതെന്ന് പറഞ്ഞിട്ട് നരകമാടാ സൂപ്പറു. എന്ത് രസമാ, എന്ത് സ്നേഹമുള്ള ആൾക്കാരാടാ. ചെന്നപ്പോഴേ വെള്ളം കടി എന്നും പറയണ്ട. നീ ഇങ്ങോട്ട് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എടാ ജോണിക്കുട്ടി, അതെല്ലാം നിന്നെ പറ്റിക്കാൻ പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ പറയുന്നതാണ്ടാ. നീ അങ്ങോട്ടൊന്നും പോകരുത്. എടാ പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. നീ കണ്ടില്ലേ അവിടുന്ന് തീയും പുകയെല്ലാം വരുന്നത്? നീ കണ്ടില്ലേ? നീ അകത്ത് കയറി കണ്ടതല്ലേ? എടാ അവിടുന്ന് ആ പുക വരുന്നത് നമ്മൾ കാണുന്നത് അവിടെ വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് അവർ അൽഫാമും കുഴിമന്തിയൊക്കെ റെഡിയാക്കുന്നതാടാ, അല്ലാതെ വേറൊന്നും അല്ല. നീ വരുന്നെങ്കിൽ വാ, എനിക്ക് നിന്നോട് സംസാരിച്ച് സമയം കളയാൻ നേരമില്ല. ഞാൻ എന്തായാലും അതിനകത്തോട്ട് തന്നെ കയറാൻ പോകുക. പോൾസൺ, നിങ്ങളുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഗേറ്റിലൂടെ നിങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചാലും. എടാ നീ ആ ചെറിയ ഗേറ്റിലൂടെ എങ്ങോട്ട് പോവാടാ? അവിടെ നല്ല വിശാലമായ ഗേറ്റും ഇഷ്ടംപോലെ ഫുഡും കിട്ടൂടാ. പണ്ടേ നിനക്ക് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പോയി നിന്നൊരു തകർക്കും. സാറേ ഞാൻ വന്നു തിരിച്ച്. നീ ഒറ്റയ്ക്കാണോ? മറ്റവനെ കിട്ടിയില്ലയോ? ഓ അവൻ്റെ കാര്യം വലിയ പാടാന്നേ. ഞാൻ ആവുന്ന ഇവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ആ കുടുസ് വാതിലൂടെ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ വന്ന് വാ, നമുക്ക് അൽഫാം കഴിക്കാം. ഇവിടുത്തെ വാഷ്റൂം എവിടെ? കൈയൊന്ന് കഴുകാനായിട്ട്. എടാ അനന്യാസേ, യൂദാസേ, ഇവനെ ആ വാഷ്റൂം ഒന്ന് കാണിച്ചു കൊടുത്തേരെ. എന്തോ പന്തികേടുണ്ടല്ലോ. ഇവരുടെ സ്വരമൊക്കെ ഒന്ന് മാറുന്നുണ്ടല്ലോ. നോട്ടത്തിലൊക്കെ ഒരു പെശകുണ്ടല്ലോ. അയ്യോ എന്തു കാണിക്കുന്നേ? എന്നെ പിടിക്കാതെ. എന്തിനാ എന്റെ കാലം പിടിക്കുന്നേ? എന്നെ വിടുന്നു. ചുമ്മാരി ഞാൻ തന്നെ പോയിക്കോളാം. പിടിച്ചോണ്ട് പോകണടാ. അയ്യോ എനിക്ക് സ്വർഗത്തിൽ പോകണം. പോളേടാ, എങ്ങോട്ട് കൊണ്ടുവന്നു? അയ്യോ തീ, അയ്യോ തീ, അയ്യോ അയ്യോ തീ, അയ്യോ എന്നെ കുഴിയിലോട്ട് ഇടല്ലേ. അയ്യോ തീയിലിടല്ലേ. അയ്യോ തീയിടല്ലേ. തീയിടല്ലേ. അയ്യോ
അയ്യോ അയ്യോ ആരെ കിടക്കുന്നത് അയ്യോ അയ്യോ തീരല്ലേ അയ്യോ അയ്യോ അമ്മേ അയ്യോ പൊള്ളല്ലേ പൊള്ളല്ലേ അമ്മേ അയ്യോ അയ്യോ അയ്യോ. സങ്കീർത്തനങ്ങൾ 50:22. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകയില്ല. ജോണിച്ചാ, ജോണിച്ചാ, ഒന്ന് കണ്ണു തുറന്നേ. നിങ്ങക്ക് ഇത് എന്ത് പറ്റി ജോണിച്ചാ? ഒന്നുമില്ല ഒന്നുമില്ല. നീ പ്രാർത്ഥനയ്ക്ക് പോയില്ലേ? പ്രാർത്ഥന കഴിഞ്ഞോ? ഒന്നുമില്ല ഒന്നുമില്ല. അച്ഛാ, ഞാനിപ്പോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ഇനിയിപ്പോ വൈകിട്ടല്ലേ. എന്താ പറ്റി അച്ഛാന്? എനിക്കൊന്നുമില്ല. എപ്പോഴാ ഇനി വൈകിട്ടത്തെ പ്രാർത്ഥന? അത് 7 മണിക്കല്ലേ ഉള്ളൂ. പോരാ പോരാ, 6:30 തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഇനി എല്ലാ പ്രാർത്ഥനയ്ക്കും നമുക്ക് നേരത്തെ പോകണം. കർത്താവേ, എന്റെ ജോണിച്ചൻ തന്നെയാണോ ഈ പറയുന്നേ? അതെന്താ നിനക്കൊരു സംശയം? എനിക്ക് പ്രാർത്ഥനയ്ക്കൊന്നും ഒരു മടിയില്ല. ഇനി നമുക്ക് ചർച്ചിലെ കാര്യങ്ങൾക്ക് വളരെ ഉഷാറായിട്ട് നിന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇങ്ങനൊന്നും പോയാൽ പോരാ. നമുക്ക് ഒരുത്ത പ്രാർത്ഥന കൊണ്ട് ഒന്നും മുമ്പോട്ട് പോയ കാര്യങ്ങളൊന്നും നടക്കത്തില്ലേ. വളരെ ആത്മീയമായി ഉഷാറായിട്ട് നിന്നേ പറ്റത്തുള്ളൂ. അതുപോലെ നേരത്തെ ഇന്ന് പോയിട്ട് പാസ്റ്ററിനോടും അമ്മാമ്മയോടും ചില കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ എനിക്ക് ഇന്ന് പറയാനുണ്ട്. ഒട്ടും താമസിക്കാതെ എല്ലാം നേരത്തെ പോയി നമുക്ക് പറയണം. അതിന് നിങ്ങൾ നേരത്തെ പോണ്ട. നിങ്ങൾക്ക് വയ്യാന്നറിഞ്ഞോണ്ട് പാസ്റ്ററും അമ്മാമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതെയോ? എനിക്ക് നീ ഇവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി ആ പാട്ടും പുസ്തകമൊക്കെ എടുത്തു വെച്ച് ആ പായൊക്കെ ഒന്ന് എടുത്തിട്ടെ. അതിനെന്തിനാ പായൊക്കെ എടുത്തിരുന്നേ? നിങ്ങളെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാ പുള്ളി വരുന്നേ. നീ ഇപ്പൊ അതും ഇതൊന്നും ചിന്തിച്ചിരിക്കാതെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് ചെയ്യ്. കർത്താവേ, സ്തോത്രം. എന്തായാലും ദേവദാസന്റെ ഇന്നത്തെ വചനം എന്റെ ഭവനത്തിന് അനുഗ്രഹമായല്ലോ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററേ. പ്രൈസ് ദി ലോർഡ് അമ്മാമേ. പ്രൈസ് ദി ലോർഡ് ജോണി ബ്രദറെ. എങ്ങനെയുണ്ട് ഇപ്പം? ചൊറിച്ചിലൊക്കെ മാറിയോ? അതോ വിവശത തന്നെയാണോ? അയ്യോ, മാറി പാസ്റ്ററേ. എന്നെ ചൊറിയെല്ലാം മാറി. ഞാൻ പാസ്റ്ററിനെ അങ്ങോട്ട് വന്ന് കാണാതിരിക്കുമായിരുന്നു. എന്തായാലും ഇങ്ങോട്ട് തന്നെ പാസ്റ്റർ വന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. വാ പാസ്റ്ററേ. പാസ്റ്റർ അമ്മാമേ വന്നടി, ബാഡി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് അമ്മാമേ. പ്രൈസ് ദി ലോർഡ് സിസിലി. പാസ്റ്ററേ, നമ്മുടെ ഈ പൊത്തുവരുത്ത കൂട്ടായ്മകളിൽ ഒരു മാറ്റം വരണം പാസ്റ്ററേ. കുറച്ചും കൂടെ ആത്മീയമായി നമ്മുടെ ചർച്ചിനെ നമ്മൾ മുമ്പോട്ട് നയിക്കണം. എൻ്റെ ദൈവമേ, സ്തോത്രം. ജോണി ബ്രദർ തന്നെയാണോ ഇത് പറയുന്നത്? പുതുതായിട്ട് ആത്മാക്കളൊക്കെ നമ്മുടെ ചർച്ചിൽ വന്നിട്ട് എത്ര നാളായി പാസ്റ്ററേ. അതിനായി നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് സിസിലി ഇവിടുന്ന് മീറ്റിങ്ങിന് ഇറങ്ങിയതിന് ശേഷം ഇത്രയും നേരത്തിനുള്ളിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ആദ്യം എന്നോടൊന്ന് പറ. ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പാസ്റ്ററേ. ഇതൊക്കെ എനിക്ക് നേരത്തെ ഉള്ള ദർശനം വെളിപ്പാടും ഒക്കെ. ഇന്ന് ദൈവം എന്നെ വല്ലാതെ ഒന്നും കൂടെ ഉറപ്പിച്ചു പാസ്റ്ററേ. വല്ലാത്തൊരു ഉറപ്പിലായിപ്പോയത്. അതുപോട്ട് പാസ്റ്ററേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്താ പാസ്റ്ററിൻ്റെ അഭിപ്രായം? അടുത്ത പ്രെയർ കോൺഫറൻസ് എന്നാ വർഷം നമ്മുടെ നടത്തുന്നത്? 3 വർഷത്തിൽ 1 നടത്താതെ എല്ലാ വർഷവും നടത്തണം പാസ്റ്ററേ. എന്തിനു ഞാനുണ്ട് കൂടിനി പാസ്റ്ററേ. അതുപോലെ നമ്മുടെ സഹോദരിമാരുടെ കൂട്ടായ്മ, ഈ 4, 3, 7 പേരുടെ മീറ്റിംഗ് ഒക്കെ മാറ്റിയിട്ട് അത് ശക്തിപ്പെടുത്തി എല്ലാവരെയും ഉൾപ്പെടുത്തി മീറ്റിംഗ് നടത്തണം പാസ്റ്ററേ. ജോണി ബ്രദറെ, ഇന്നത്തെ ആരാധനയിൽ കർത്താവ് വ്യക്തമായിട്ട് എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് തീരുമാനിച്ചത്. സിസിലി, ഇന്ന് ദൈവം എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളുടെ ദൈവദാസനാണ്. എനിക്കൊരാലോചന പറഞ്ഞു വെച്ച് വേറെ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എന്താ പറഞ്ഞേ? ഇന്നൊരു വിടുതലയക്കുമെന്നാണോ പറഞ്ഞേ? ആ വിടുതലായി മുമ്പിലിരിക്കുന്നേ. പാസ്റ്റർ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് മീറ്റിങ്ങിന് പോയതിന് ശേഷം ഞാനൊന്ന് ഉറങ്ങാൻ കിടന്നയാ. ആ ഉറക്കത്തിൽ എൻ്റെ ദൈവം സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള ദർശനം എന്നെ കാണിച്ചു പാസ്റ്ററെ. അവിടെ ചെന്ന് ഞാൻ ഒന്നും അറിയാതെ നിന്നപ്പോൾ ഇവിടെ ദൈവഭയത്തിൽ ജീവിച്ച് മരിച്ച നമ്മുടെ പോളിനെ ഞാൻ അവിടെ വെച്ച് കണ്ടു പാസ്റ്ററെ. അവന് സ്വർഗത്തിലേക്കുള്ള പ്രവാസനം അവന് ലഭിച്ചപ്പോൾ എന്നെ അമ്മമാർ കാലും കൈയിട്ട് തീക്കാത്തോണ്ടിട്ട് പാസ്റ്ററെ. എനിക്ക് ദൈവം ഒരു അവസരം കൂടെ തന്നെയാ പാസ്റ്ററെ. എൻ്റെ സകലതും ദൈവം പഠിപ്പിച്ച് പാസ്റ്ററെ. എൻ്റെ ജോണി ബ്രദറെ, ഈ അനുഭവം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചൊരു തിരുവചനമിതാ. മത്തായി സുവിശേഷം 16:26. ഒരുവൻ സർവ്വലോകവും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ അവൻ എന്തു പ്രയോജനം? ഈ തിരുവചനം ഞാനിപ്പോൾ പ്രസ്താവിച്ചപ്പോൾ
ജോണി ബ്രദറിന് മനസ്സിലായി കാണും ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ വിശദീകരണവും എന്താണെന്ന്. അത് താങ്കളെ ദൈവം ദർശനത്തിലൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞു. അതേ ബ്രദറെ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിലൂടെ ലഭ്യമായ ആ നിത്യത നമുക്ക് അവകാശമാക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ബ്രദറെ, അപ്രയോജന ദാസന്മാരുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ബ്രദറെ, ലഭ്യമായ ദർശനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ധീര പോരാളിയായി ദൈവം താങ്കളെ നയിക്കട്ടെ, ഉയർത്തട്ടെ. അനേകരെ ക്രിസ്തുവിലൂടെ നിത്യതയ്ക്കായിട്ട് നമുക്കൊരുക്കാം. ബ്രദറെ, തിരുവചനം പറയുന്ന പോലെ ഞാനും ഇങ്ങനെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ച് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നിത്യതയ്ക്കായിട്ടൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരിൽ.